അവിടെ എത്തിയപാട് പിന്നെ നമ്മൾ സ്നോക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് ഒരു പേടി ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയാൻ കേട്ടോ ഇതായിട്ട് വെള്ളത്തിൽ സ്നോർക്കിംഗ് ചാടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കീച്ചിട്ടുണ്ടായിന്. അപ്പോൾ അടിപൊളി കടലിൻ്റെ അടി കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. കണ്ണെടുക്കാനേ തോന്നുന്നുണ്ടായില്ല കേട്ടോ. ഞാനത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയെന്ന് ഞാൻ പിന്നീടാണ് വിചാരിച്ചത്. അപ്പോൾ അത് അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഓറ് ആദ്യം ചെയ്തിട്ട് ജൈനുവിനെ പിടിച്ചിട്ടുണ്ടായിന്. എന്നിട്ട് പിന്നെ ഞാൻ ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ ബ്രോക്കൺ ബീച്ചിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായത്. അപ്പോൾ അടുത്ത അടിപൊളി വ്യൂ ആണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിന്. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിന്. ഇതിൻ്റെ പേര് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഈ ബീച്ചിൻ്റെ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ അവിടെ താഴേക്ക് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ നമ്മൾ വിചാരിച്ച. പക്ഷേ സൈനുവിനെയും കൊണ്ടാവുന്നില്ല. അവിടെ താഴേക്ക് സ്റ്റെപ്പൊന്നും വൃത്തിക്കല്ല കേട്ടോ ഉണ്ടായത്. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് കയറി. എന്നിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൂം അടിപൊളിയാണ്. നല്ല സെറ്റ് റൂമായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത വിശേഷം കാണാം. അപ്പോൾ അതുവരെയും ബൈ ബൈ.